തലേഗാവിൽ പാലം തകർന്നു വീണ് 20ഓളം പേർ പുഴയിൽ പതിച്ചു എന്നാണ് വിവരം. ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള നടപ്പാലമാണ് തകർന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇങ്ങനെ തുടർച്ചയായി അപകട വാർത്ത തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു നടപ്പാലം തകർന്നു എന്നത് അതിലേറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? വലിയൊരു കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമെന്നതാണോ ആശങ്ക? അനുജ, ഈ വീക്കെൻഡുകളിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ കാര്യമായി എത്തുന്ന ഒരിടമാണ് പൂനെയിലെ തലേഗാവിലെ ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള ഈ നടപ്പാലം. ഈ പ്രദേശത്ത് തൊട്ടടുത്തായി 1-2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നടപ്പാലത്തിന് മുകളിൽ സഞ്ചാരികൾ നിൽക്കുന്നതിനിടെ ആ പാലം തകർന്ന് വീഴുന്നത്. കാലപ്പഴക്കം ചെന്ന പഴയ ഒരു പാലമാണത്. ഈ സമയം നല്ല കുത്തൊഴുക്ക് നദിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നദിയിലേക്ക് വീണ ആളുകളെ പിന്നീട് നദിയിൽ ഒലിച്ചു പോവുകയായിരുന്നു. അവരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൂടുതൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ലോണാവലയ്ക്ക് അടുത്തുള്ള ബുഷി ഡാമിൽ ഒരു കുടുംബം അപ്പാടെ ഇതുപോലെ ഒരു കുത്തൊഴുക്കിൽ പെട്ടുപോയത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. ഏതാണ്ട് സമാനമായ ഒരു അപകടമാണ് ഒരു വർഷം കഴിയുമ്പോൾ തലേഗാവിൽ, പൂനെയിലെ തലേഗാവിൽ സംഭവിക്കുന്നത്. ഇന്ദ്രാണി നദിയിലേക്കാണ് ഇപ്പോൾ സഞ്ചാരികൾ വീണിട്ടുള്ളത്. 20ഓളം പേരെങ്കിലും വീണിട്ടുണ്ട് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അനുജ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? ഇപ്പോൾ 20 എന്നൊക്കെയുള്ള കണക്ക് അത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെയുള്ള നമുക്കും സംശയം ഉണ്ടാകാമല്ലോ. തീർച്ചയായും ഈ സംഖ്യയിൽ നമുക്കൊരു വ്യക്തത ഏതായാലും ഇല്ല. അത് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ്. 15 മുതൽ 20 പേരെങ്കിലും ഉണ്ടായിരുന്നു ഈ പാലത്തിൽ, ഈ നദിയിലേക്ക് പതിച്ചതിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിലേറെ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലരൊക്കെ കരയ്ക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാണ്. 15-ലേറെ പേർ, ഏതായാലും 20-നടുത്ത് പേർ ആളുകളെ കാണാനില്ല, ഒഴുക്കിൽപ്പെട്ടു എന്നതാണ് മൊഴി ലഭിച്ചിട്ടുള്ളത്. ദൃക്സാക്ഷികൾ ഫയർഫോഴ്സിനടക്കം പോലീസിനടക്കം മൊഴി നൽകിയിട്ടുള്ളത്. അതിന് പ്രകാരമാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. നദിക്ക് നല്ല കുത്തൊഴുക്കുള്ള സമയമാണ്, നിറഞ്ഞൊഴുകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഈ തരത്തിൽ കൂടുകയും ചെയ്തത്. വളരെ കാലപ്പഴക്കം ചെന്ന, പണ്ട് കാര്യമായ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പാലമാണ്. പിന്നീട് കാലക്രമേ അതിന് വീതി വളരെ കുറവായി തോന്നുകയും പിന്നീട് അവിടെ ആൾക്കാർ കാൽനടയായി സഞ്ചരിക്കാനും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, ഈ നദി കടന്നു കഴിഞ്ഞാൽ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയുണ്ട്, അവിടേക്ക് കൂടി പോകാൻ ആളുകൾ കാൽനടയായി പോകാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാലം കൂടിയാണ്. ആ പാലമാണ് ഈ തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊടുന്നനെ തകർന്ന് വീണത്. അനുജ, പൂനെയിൽ നിന്നാണ് അപകട വാർത്ത വരുന്നത്. തലേഗാവിൽ നടപ്പാലം തകർന്നു വീണു. പഴക്കമുള്ള നടപ്പാലമാണ് എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയ വിവരം. ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊക്കെ വിനോദസഞ്ചാരികൾ പോകാൻ തിരഞ്ഞെടുക്കുന്ന ഇടമാണത്. നടക്കാൻ പോകുന്ന സ്ഥലം, ആ തരത്തിലേക്കുള്ള ഒരു പാലം, നടപ്പാലമാണ്. 20ഓളം പേർ പുഴയിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഏതായാലും 10-നും 20-നും ഇടയ്ക്ക് ആളുകൾ ഉണ്ടാകാം എന്നൊക്കെയുള്ളതാണ് ദൃക്സാക്ഷികൾ നിലവിൽ പറഞ്ഞിട്ടുള്ള. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യം.